പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ കേസ് CBIക്ക് വിട്ടത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന വാർത്തയും പിന്നെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടുമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കോളേജിലെ പാചകക്കാരൻ്റെ വെളിപ്പെടുത്തൽ ഇന്ന് വന്നിട്ടുണ്ട്. തൂങ്ങിയ നിലയിലായിരുന്ന സിദ്ധാർത്ഥൻ താഴെ ഇറക്കും മുമ്പ് മരിച്ചിരുന്നുവെന്ന് കോളേജിലെ പാചകക്കാരനായ ജെയിംസിൻ്റെ വെളിപ്പെടുത്തൽ. റിപ്പോർട്ടർ ചാനലിനോടാണ് ഇത് പറഞ്ഞത്. മൃതദേഹം താഴെയിറക്കി കൊണ്ടുപോകാൻ സഹായിച്ചവരിൽ കോളേജ് പാചകക്കാരൻ ജെയിംസും ഉണ്ടായിരുന്നു. മൃതദേഹം എടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരാണെന്ന് മൃതദേഹം താഴെ ഇറക്കുമ്പോൾ ഡീനും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ഡീനിൻ്റെ സാന്നിധ്യത്തിലാണ് മൃതദേഹം താഴെ ഇറക്കിയതെന്നും ജെയിംസ് പറഞ്ഞു. ശരീരം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയത്. താനും തുണി അറുക്കാൻ സഹായിച്ചു എന്ന് പാചകക്കാരൻ ജെയിംസ് പറയുന്നു. ചുറ്റും മർദ്ദിച്ച പ്രതികളായിരുന്നു, അതായത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച പ്രതികളായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത് ഈ മൃതദേഹം അഴിച്ചിറക്കുന്ന സമയത്ത്. പോലീസ് പറഞ്ഞതനുസരിച്ചാണ് മൃതദേഹം മാറ്റുന്നതെന്നാണ് പറഞ്ഞത്. മരിച്ചു എന്ന വിവരം കിട്ടിയ ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത്. മരിക്കുന്നതിന് മുമ്പ് മർദ്ദനം നടന്നു എന്ന് അറിഞ്ഞിരുന്നു. മർദ്ദനം നടന്ന രാത്രി താൻ വീട്ടിൽ പോയിരുന്നു. സിദ്ധാർത്ഥൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന വിദ്യാർത്ഥിയാണെന്നും ജെയിംസ് പറഞ്ഞു. ജെയിംസ് സംസാരിക്കുന്നത് വ്യക്തമായല്ല, കാരണം സംസാരശേഷി കുറവാണ്. ജെയിംസ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടർക്ക് വ്യക്തമാക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടാവാം ഇയാളെയും ആ പിശാചുക്കൾ കൂടെ കൂട്ടിയത്, ഇങ്ങനെ ബോഡി താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇനി ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ഫെബ്രുവരി 15 രാത്രി സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് മുതൽ 18 ഉച്ചയ്ക്ക് മൃതദേഹം കോളേജിൽ നിന്ന് കോളേജിൽ കൊണ്ടുവന്നത് വരെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 15 അമ്മയെ വിളിച്ച് പറയുന്നു, ഞാൻ വീട്ടിൽ വരുന്നുവെന്ന്. യാത്രക്കിടയിൽ സഹപാഠിയായ രഹൻ ബിനോയ് സിദ്ധാർത്ഥിനെ വിളിക്കുന്നു. ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനായി നീ തിരിച്ച് കോളേജിലേക്ക് വരണം. തുടർന്ന് അഭിജിത്ത് മോഹനും വിളിച്ചു. അതുകൊണ്ട് കോളേജിലേക്ക് തിരിച്ചു വന്നു. 16 രാവിലെ ഒരു കുഴപ്പവുമില്ല. 16 പകൽ ഒന്നും സംഭവിച്ചിട്ടില്ല. സിദ്ധാർത്ഥിനോടൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നത് സൗത്ത് റിസാൽ മുഹമ്മദ്, ഡാനിഷ്, ആദിത്യൻ എന്നിവരോടൊപ്പമായിരുന്നു തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ഈ 3 പേരും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച 18 പേരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു. കോളേജിലെത്തി 16 പകലൊന്നും സംഭവിച്ചില്ല. രാത്രി മലയുടെ മുകളിൽ വാട്ടർ ടാങ്കിനടുത്ത് വെച്ച് മർദ്ദിക്കുന്നത് 4 പേർ കമ്മിറ്റി മുമ്പാകെ സാക്ഷി പറഞ്ഞു. മുഹമ്മദ്, ഡാനിഷും ഹാഷിമും ആദിത്യനും സൗത്ത് റിസാലും റഹാൻ ബിനോയിയും ദേവരാഗും ചേർന്നാണ് അവിടെ വച്ച് മർദ്ദിച്ചത്. അവിടെ നിന്ന് ഹോസ്റ്റൽ റൂമിലെ 21-ാം നമ്പർ റൂമിലേക്ക്, അപ്പോഴേക്കും സമയം രാത്രി 10 മണി കഴിഞ്ഞു. ഈ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹോസ്റ്റൽ റൂമിൽ വെച്ച് സംഘം ചേർന്ന് ക്രൂരമായ മർദ്ദനം. സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ, കാശിനാഥൻ, നസീഫ്, അമൽ, അക്ബർ അലി, ആദിത്യൻ, അൽത്താഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റസീദ്, അബ്ദുൾ റഹീം, അജയ്, ശ്രീഹരി, സൗത്ത് റിസാൻ, അബ്ദുൾ സോമൻ, ഇത്രയും പേർ ചേർന്നാണ് ഈ മർദ്ദനം ക്രൂരമായി വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഈ മർദ്ദനം കണ്ടത് 6 പേരാണ്. മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സിൻജോ ജോൺസൺ ആണ് ഏറ്റവും ക്രൂരമായി പൈശാചികമായി സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത്. കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തി അലമാരയോട് ചേർത്ത് ഞെക്കിപ്പിടിച്ചു. സിദ്ധാർത്ഥ് റൂമിൽ പേടിച്ച് വിരണ്ടിരിക്കുന്നത് കണ്ടുവെന്നും മൊഴിയുണ്ട്. ഇത് 57-ാം സാക്ഷിയുടെ മൊഴിയാണ്. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ കൊടുത്തത്. 21-ാമത്തെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കോറിഡോറിൽ ഓരോ വാതിലും മുട്ടി ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിളിച്ചുണർത്തിപ്പിച്ചു സിദ്ധാർത്ഥനെ കൊണ്ട്. അവിടെ നിന്ന് കൂട്ടം ചേർന്ന് ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ എത്തിച്ചു. അവിടെ നിന്ന് താൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ചു. അതിൽ ക്ഷമാപണം നടത്തുന്നതായും പറയിപ്പിച്ചു. അതിനുശേഷമാണ് ഭീകരമായ പീഡനം നടന്നത്. അവിടെയും അടിവസ്ത്രം മാത്രമായിരുന്നു സിദ്ധാർത്ഥൻ ധരിച്ചിരുന്നത്.
കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ നടത്തി. നിർബന്ധിച്ച് കുറ്റം ഏറ്റുപറയിപ്പിച്ചു. ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ബെൽറ്റും ചാർജറിൻ്റെ കേബിളും ഉപയോഗിച്ച് മർദ്ദിച്ചു. ഇത് കണ്ടത് 58-63 സാക്ഷികളാണ്. കാശിനാഥനാണ് കൂടുതൽ തവണ ബെൽറ്റ് കൊണ്ട് അടിച്ചത്. ഇങ്ങനെ അടിക്കുന്നത് 15 പേർ മൊഴി നൽകിയിട്ടുണ്ട്. സിൻജോ ജോൺസൺ വളരെ ക്രൂരമായാണ് ഉപദ്രവിച്ചതെന്നാണ് മൊഴി. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും ചവിട്ടി, കാലിൻ്റെ വിരലുപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു. നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്തിൽ വെച്ച് മർദ്ദിച്ചു. കുനിച്ചു നിർത്തി പലതവണ പുറത്തടിച്ചു. ആകാശ് തലയ്ക്കടിച്ചു. സാങ്കല്പിക കസേരയിൽ പലതവണ ഇരുത്തി. ഇരിക്കാനാവാതെ പലതവണ സിദ്ധാർത്ഥ് നിലത്ത് വീഴുകയുണ്ടായി എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ല. 2 സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനി ഉപദ്രവിക്കരുതെന്ന്. പക്ഷെ അതവർ ചെവിക്കൊണ്ടില്ല. അതിനുശേഷം 1-ാം നിലയിലെ ഡോർമെട്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും മർദ്ദനം തുടർന്നു. ശരീരം നിറയെ മർദ്ദനത്തിൻ്റെ പാടുണ്ടായിരുന്നുവെന്ന് 39-ാം സാക്ഷിയുടെ മൊഴി. പിറ്റേ ദിവസം കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നുവെന്ന് മൊഴിയുണ്ട്. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി, വേദന കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞില്ല, കാരണം തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. 17-നും 18-നും ഈ മൊഴി നൽകിയവരിൽ 2 പേർ മാത്രമാണ് കണ്ടത്. 18-ന് രാവിലെ തൊണ്ട വേദനിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിട്ടും ക്രൂരമായി മർദ്ദിച്ചവർ ഡോക്ടറെ കാണിക്കാനോ ഒന്നും തയ്യാറായില്ല. പകരം മരുന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം സാക്ഷി പറയാൻ തയ്യാറായവരാരും സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല. 21-ാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയും കരച്ചിലും കേട്ടതായും മൊഴിയുണ്ട്. ആ റൂമിലിട്ട് ഉപദ്രവിച്ച സമയങ്ങളിൽ സുശാന്ത് കുമാർ ബാത്റൂം തള്ളി തുറന്നു നോക്കി. സിദ്ധാർത്ഥ് തൂങ്ങിയ നിലയിലായിരുന്നു. ഉപദ്രവിച്ചവർ മുഴുവനും ബാത്റൂമിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സിൻജോ ജോൺസൺ കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ 18 പേജുള്ള മൊഴികളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു തവണ പോലും ഈ 18 പേജുള്ള ഈ ആൻറ്റി സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൽ ഒരു തവണ പോലും സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. 130 പേരുള്ള മെൻസ് ഹോസ്റ്റലിൽ 100 പേരും ഒന്നും കണ്ടില്ല എന്നാണ് മൊഴി നൽകിയത്. ആ മോൻ ഇതെങ്ങനെയാവും ഇത്രയും സഹിച്ചിട്ടുണ്ടാവുക അല്ലേ, ഇത്രയും വേദന. അമ്മയും അച്ഛനും ഈ റിപ്പോർട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ മെനഞ്ഞാന്നാണ് പുറത്ത് വന്ന ഈ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തുമാത്രം അവർ നെഞ്ച് പൊട്ടി വേദനിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം വേദനയുണ്ടാവും അവർക്ക്. ഗൂഢാലോചന കുറ്റവും ഇപ്പോൾ പോലീസ് എഴുതി ചേർത്തിട്ടുണ്ടേ. അത് തുടക്കത്തിലേ നമുക്കൊക്കെ മനസ്സിലായതുമാണല്ലോ. 3-4 ദിവസത്തിന് മുമ്പ് സിദ്ധാർത്ഥിനോടൊപ്പം പഠിച്ച കുറച്ച് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ന്യായീകരിക്കുന്നത് കണ്ടു. SFIയെ വെളുപ്പിക്കാനും ശ്രമിക്കുന്നത് കണ്ടു. വളരെയധികം പുച്ഛം തോന്നി ഇവറ്റകളോട്. ആ മാധ്യമ പ്രവർത്തകർ എങ്ങനെ ഇവറ്റകളുടെ മുന്നിൽ കൺട്രോൾ ചെയ്ത് നിന്നോ ആവോ. എനിക്ക് തന്നെ അത് വാർത്ത കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തന്നെ മോന്തക്കിട്ട് ഓരോന്ന് കൊടുക്കാൻ തോന്നി. കൂടെ പഠിച്ച ഇവറ്റകളും കാണും ഒരിക്കലെങ്കിലും തല്ലിയവരുടെ കൂട്ടത്തിൽ. കാരണം ഒരു ദൈവമില്ല, ഒരു പിശാചുക്കൾ പോലും ഈ രീതിയിൽ, ഈ വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കില്ല. 3 ദിവസമൊന്നും ഉപദ്രവിച്ചില്ല, 1 ദിവസമാണ് ഉപദ്രവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു. കൂടെയുള്ള കുറേ കുട്ടികൾ നിന്ന് കൈയടിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്ത് കൈയടിക്കുന്നു. ഇവറ്റകളല്ലേ ഇനി ഈ സമൂഹത്തിൽ വെറ്റിനറി കോളേജാണ്. അപ്പം ഇനി മൃഗങ്ങളെ ശുശ്രൂഷിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ മൃഗങ്ങളുടെ ഗതികേട് എന്തായിരിക്കും. ഇവറ്റകൾ ഇത് പഠിത്തമെല്ലാം ഇതെല്ലാം മുഴുവനായിട്ട് നിർത്തിക്കണം. ഇന്ത്യയിൽ നല്ല ഒരിടത്തും ഇവറ്റകൾ പഠിക്കരുത്. പഠിക്കാത്ത രീതിയിൽ എല്ലാം ക്യാൻസൽ ചെയ്ത് വിടണം. എന്ത് പറയാനാ. ഇവറ്റകളുടെ 10ാം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റിലും ക്യാൻസൽ ചെയ്യിക്കണം. മെൻസ് ഹോസ്റ്റലിലെ 100ഓളം കുട്ടികൾ, അതായത് ആൺകുട്ടികൾ മൊഴി നൽകിയില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീഷണി അവർക്കുണ്ടാവും. SFI പേടിച്ചിട്ടായിരിക്കും അവർ അത്രയും, ആ സിൻജോയ്ക്ക് അത്രയും ഇത് ഭീഷണിപ്പെടുത്തിയെന്നല്ലേ. അവനൊക്കെ അകത്താണ്. എന്നിട്ട് കൂടെ ഈ ഭയമാണെങ്കിൽ എന്തോരം ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡീൻ ഉൾപ്പെടെ. ഡീന് അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ സമ്മതിച്ചില്ല.
പിന്നെ അത് സസ്പെൻഡ് ചെയ്ത ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്ര വലിയ ക്രൂരത ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണം, മരണകാരണം കണ്ടെത്തണം, മർദ്ദിച്ചവരുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യണം, അടിയന്തരമായി CCTV സ്ഥാപിക്കണം എന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടാണ് UGCക്ക് കൈമാറിയിട്ടുള്ളത്. ഇതുപോലും ആ ടൈമിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡീൻ സമ്മതിച്ചില്ല. സസ്പെൻഷനായ ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഡീനും ഉണ്ട് കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ, അവിടെ ഇപ്പോൾ ഉള്ള കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ, ഈ വിവരങ്ങളൊന്നും പുറത്ത് പറയരുതെന്ന്. അതുമാത്രമല്ല ഇതിൽ ഇനിയും ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും CBI അന്വേഷണം വരുന്നുണ്ട്. നല്ല ഒരു ടീം തന്നെ വരട്ടെ. കാരണം ഇതിനു മുമ്പുള്ള അന്വേഷണങ്ങളിൽ ചില ടീമുകളൊക്കെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം. ചില കേസന്വേഷണങ്ങളിലൊന്നും ശരിയായ അന്വേഷണങ്ങൾ നടത്താൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നല്ലൊരു ടീം വരട്ടെ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നല്ലൊരു ടീം അംഗങ്ങൾ തന്നെയായിരുന്നു കേസ് അന്വേഷിച്ചത്. അത് വേണ്ട രീതിയിൽ അത് നീതി നടപ്പായി. അപ്പോൾ അതുപോലൊരു ടീം തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കോളേജുകൾ. അതിനേക്കാളും ഭീകരമായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ അറവുശാലകളും പാർട്ടി ഓഫീസുകളുമായി മാറുന്നുണ്ട് കോളേജുകൾ, അല്ലേ? എങ്ങനെ പേടിയില്ലാതെ നമ്മളൊക്കെ മക്കളെ കോളേജിൽ വിടും? ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം, അതായത് ക്യാമ്പസുകളിലെ രാഷ്ട്രീയം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ നട്ടിലുള്ള ആരുമില്ലേ ഇതിന് വേണ്ടിയിട്ട്? കാരണം ഇവരെയൊക്കെ രാഷ്ട്രീയമല്ലേ, അവരെ തടുത്തു നിർത്താനും ഇതൊക്കെ ക്യാൻസൽ ചെയ്യിക്കാനും നട്ടിലുള്ള ആരും ഇവിടെ ഇല്ല, അല്ലേ? എന്താ ചെയ്യുക?